അനീഫിക്ക് അത് മറ്റൊരു തരത്തിൽ പറഞ്ഞല്ലേ, പ്രൈമറി ഡ്യൂട്ടി, സെക്കൻഡറി ഡ്യൂട്ടി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെ. ഈ പ്രൈമറി ഡ്യൂട്ടിയാണ് നമ്മളുടെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കുറച്ച് നല്ല വിശദീകരിച്ച് പറയട്ടോ അത്. അതെ, അതായത് നമ്മൾക്ക് സസ്റ്റെയിൻ ചെയ്യണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ. സസ്റ്റെയിൻ ചെയ്താലേ എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിലനിൽക്കണം. നിലനിൽക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സെറ്റ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവരുടെ പ്രൈമറി ഡ്യൂട്ടി. ഉദാഹരണത്തിന് ഫുട്ബോളിലോട്ട് വരാം. ഡിഫൻഡർ ആണെന്നുണ്ടെങ്കിൽ ഡിഫെൻഡ് ചെയ്തിരിക്കണം. അതാണ് ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ടൈം കിട്ടുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കളിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, ആ സമയത്ത് അവർക്ക് സെക്കൻഡറി ഡ്യൂട്ടി കൊടുക്കാം. സെക്കൻഡറി ഡ്യൂട്ടി അവിടെ ക്യൂവിൽ നിൽക്കണേ. എന്താണ്? നിങ്ങളുടെ ടാക്ടിക്സ് ബെറ്റർ ആക്കാം. നിങ്ങൾ ഇന്ന വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ വേയിൽ ഡിഫെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. ഇതെല്ലാം സെക്കൻഡറിയാണ്. അപ്പോൾ സെക്കൻഡറി വരുന്നത് എന്തിനാ? അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ പ്രയോറിറ്റി കൊടുക്കുന്ന അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഈ സെക്കൻഡറി ഡ്യൂട്ടീസ് വരുമ്പോൾ പ്രൈമറി ഡ്യൂട്ടി കഴിഞ്ഞാലേ സെക്കൻഡറി ഡ്യൂട്ടി ഉള്ളൂ എന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രൈമറി ഡ്യൂട്ടി തീർത്തേ പറ്റുള്ളൂ. കളി ജയിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡറി ഡ്യൂട്ടി അതാണ് നിന്നെ വളർത്താൻ പോകുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ സെക്കൻഡറി ഡ്യൂട്ടിയിലോട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ശ്രമിക്കണമെങ്കിൽ പ്രൈമറി ഡ്യൂട്ടി തീർക്കണം. അത് 100%. ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. അസ്യൂം നിങ്ങളൊരു ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യുന്നു. ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ് അവർക്ക് ടാർഗറ്റ്. നിങ്ങൾക്ക് ഇന്നതാണ് ടാർഗറ്റ്, ഇത്ര സെയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഇത്ര കോൾ ചെയ്യുന്നു, ഇത്ര ചെയ്യുന്നു, സെയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്? 30 ദിവസം ഉണ്ട് നമുക്കൊരു മാസം, 20 ദിവസം വർക്കിംഗ് ഡേയ്സ് എന്ന് കരുതാം. ഈ കുട്ടി 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5 ദിവസം ആ കുട്ടിക്ക് ഫ്രീ ടൈമാണ് അല്ലേ? എന്ത് ചെയ്യും ഈ കുട്ടി? നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ടാർഗറ്റ്, സെറ്റ് ടാർഗറ്റ്, അതായത് കമ്പനി ഡിഫൈൻ ചെയ്തിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം നിങ്ങളുടെ മുകളിലുള്ള മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുകയോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഒപ്പം പുറത്തുപോയി ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവസരമോ ഞങ്ങൾ ഉണ്ടാക്കിത്തരും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊമോഷൻ സമയത്ത് നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലോട്ട് പ്രൊമോഷൻ കിട്ടാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കും. അപ്പം ആ ജോബിലോട്ട് കയറിയിട്ടല്ല പഠിക്കുന്നത്, കയറുന്നതിന് മുമ്പ് അടുത്ത പൊസിഷന് വേണ്ട ക്വാളിറ്റീസ് അവരെപ്പോൾ എവിടെ വെച്ചിട്ട് ഇത് ചെയ്യാണ്, അക്വയർ ചെയ്യാണ്, ഈ ജോലിയിൽ നിൽക്കുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നല്ല. അപ്പോൾ ഈ അതായത് ഇപ്പോൾ പ്രൈമറി എന്ന ഒരു നിമിഷം അവർക്ക് വെയിറ്റ് ചെയ്യാൻ പിന്നെ സമയമല്ല. കാരണം അവരുടെ മുന്നിലെ ടാർഗറ്റ് 1 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇന്ന പൊസിഷനിലോട്ട് എത്തണം. ഇതാണ് ക്യാപ്റ്റൻ. പ്രൈമറി എന്ന് പറയുന്നത് അവർ മാത്രം ചെയ്യുന്ന, അവർക്ക് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എന്തിനാണോ അവർക്ക് സാലറി കൊടുക്കുന്നത് അതിന് വേണ്ടി. അതിൽ നിന്ന് അവർ പുറത്തേക്ക് പോയാൽ വേറെ ആരും ഒന്നും ചെയ്യാനില്ല, ആ ഭാഗം അവിടെ എം ടി ആയിട്ട് കിടക്കും. എന്നാൽ സെക്കൻഡറി എന്ന് പറയുന്നത് അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വളരാൻ ആ കമ്പനിയിലെ തന്നെ ആളുകളെ കൂടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അവർ ചെയ്യുന്ന വർക്ക് മനസ്സിലാക്കാൻ വളരാനുള്ള സാഹചര്യം അവിടേക്ക് വളരാനും കൂടെ. ഇങ്ങനെ ഈ 2 രീതിയിൽ നമ്മൾ അവരുടെ വർക്കിനെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഇത് ഒരു സെയിൽസ്മാൻ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലുള്ള ഒരാൾക്കും ഇത് ബാധകമാണ്. ഒരു ജോലിയും ചെറുതല്ല. നമ്മളുടെ മനസ്സാണ് ചെറുതാവുന്നത്. ഒരു ബിസിനസ്സും ചെറുതല്ല, നമ്മളുടെ മനസ്സും കാഴ്ചപ്പാടുകളാണ് ചെറുതാവുന്നത്. ഇത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ, അവരിപ്പോൾ വിൽക്കുന്നത് കടലമിഠായി ആണെന്നുണ്ടെങ്കിലും ഇതേ സെയിൽസ് ടാക്ടിക്സ്, ഇതേ സെയിൽസ് പേഴ്സൺ തന്നെയാണ്, അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്നുള്ള ഒരു പേരുള്ള ഒരാൾ തന്നെയാണ് പോർഷയും മെർസിഡീസും ഒക്കെ വിൽക്കുന്നത്. തീർച്ചയായും അല്ലേ? ആ ക്വാളിറ്റിയിലോട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾ അതിന് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ലീവ്സ് കൊടുക്കുമ്പം അവർ ഹാപ്പിയാവും. നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, നിങ്ങൾ ലീവ് പൊക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ, ഹാപ്പിയാവും. അതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ് അവർക്ക് അവരുടെ ലൈഫിൽ അവരുടെ ഗ്രോത്ത് ലാഡർ ഡിഫൈൻ ചെയ്ത്, മക്കളെ ഇതിലൂടെ കയറിയാൽ നിങ്ങൾ അവിടെ ഈ പൊസിഷനിൽ നിങ്ങളുടെ ബെറ്റർ കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ എൻജോയ് ചെയ്യാനുള്ള സമയം മാത്രമല്ല, അവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആ ഒരു പൊസിഷനിലോട്ട് എത്തിയാൽ നിങ്ങൾക്ക് ഏത് രീതിയിലും ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ മാറും.
മാറും. ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പെടുക ഇത് രണ്ടും ഭയങ്കരമായ ടഫാണ്. കാരണം ഇന്ന് ലോകത്ത് എത്ര പെർസെൻറ്റേജ് ആളുകളാണ് ഇതുപോലെ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരുടെ ടൈമിൻ്റെ 1 മണിക്കൂറെങ്കിലും അല്ലേ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് പറയാറുണ്ട്, ഇപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന എഫേർട്ടുകളും ഇപ്പോഴൊക്കെ എൻ്റെ ബിസിനസ്സിന് വേണ്ടി പഠിക്കാനൊക്കെ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സമയങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നുള്ളത്. വളരെ കുറച്ച് പെർസെൻറ്റേജ് ആളുകളെ ഇന്നും റിയലൈസ് ചെയ്യുന്നു.